ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ റോഡ് ഷോ നടത്തി. 6 വിദേശ രാജ്യങ്ങളിലേക്ക് 99,000 മെട്രിക് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്രാനുമതി. ഉള്ളിയുടെ സംഭരണ ലക്ഷ്യം 5 ലക്ഷം ടണ്ണായി ഉയർത്തി. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പരിഗണനയിലിരുന്ന 5 ബില്ലുകൾക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ ജാഗ്രതയിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകൾ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 258 റൺ വിജയലക്ഷ്യം. ലോക അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖയ്ക്ക് 3ാം സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. അടുത്ത മാസം 13-നാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. മെയ് 25-നാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശത്തെയും 95 പാർലമെന്റ് സീറ്റുകളിൽ അടുത്ത മാസം 7-നാണ് 3ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഗോവയിലെ വാസ്കോയിലും പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗോവയിലെ 2 പാർലമെന്റ് മണ്ഡലത്തിലും ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ പോർബന്തറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും 3ാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ്. കർണാടകയിലെ 14-ഉം ഉത്തർപ്രദേശിലെ 10-ഉം മധ്യപ്രദേശിലെ 8-ഉം ഛത്തീസ്ഗഡിലെ 7-ഉം ബീഹാറിലെ 4-ഉം അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 4 വീതം മണ്ഡലങ്ങളും ജമ്മുകശ്മീരിലെ 1-ഉം ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയുവിലെ 2 മണ്ഡലങ്ങളും 3ാം ഘട്ടത്തിൽ ജനവിധി തേടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗുജറാത്തിലെ പോർബന്തറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതേസമയം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും പ്രത്യേക ബജറ്റ് അനുവദിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ധരംപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റിയിലെ നിരവധി അംഗങ്ങൾ BJPയിൽ ചേർന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി തരുൺ ചുങ്, BJP നേതാവ് മജീന്ദർ സിംഗ് സിർസ, ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 26-ന് നടക്കും. 39 മുനിസിപ്പൽ ടൗൺ കൌൺസിലുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. 6 രാജ്യങ്ങളിലേക്ക് 99,000 മെട്രിക് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്രം അനുമതി നൽകി. ബംഗ്ലാദേശ്, UAE, ഭൂട്ടാൻ, ബഹ്റൈൻ, മൌറീഷ്യസ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഉള്ളി കയറ്റുമതി ചെയ്യുന്നത്. പശ്ചിമേഷ്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും 2,000 മെട്രിക് ടൺ വെള്ള ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. മതിയായ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ ഉള്ളിയുടെ കയറ്റുമതി കേന്ദ്രം നിരോധിച്ചിരുന്നു. വില സ്ഥിരതാ ഫണ്ടിന് കീഴിൽ ഈ വർഷം മുതൽ ഉള്ളിയുടെ സംഭരണ ലക്ഷ്യം 5 ലക്ഷം ടണ്ണായി ഉയർത്തിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. മുംബൈ നോർത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മുതിർന്ന അഭിഭാഷകൻ ഉജ്വൽ നിഗം മത്സരിക്കും. BJPയുടെ പൂനം മഹാജനാണ് നിലവിൽ മണ്ഡലത്തിൽ MP. അതിനിടെ ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള 8 സ്ഥാനാർത്ഥികളുടെ പട്ടികയും BJP പുറത്തുവിട്ടു. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിലെ നൌപോരയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും മറ്റ് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സുരക്ഷാസേന മേഖലയിൽ നടത്തിയ സംയുക്ത തിരച്ചിലിനിടെ വ്യാഴാഴ്ചയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പരിഗണനയിൽ ഉണ്ടായിരുന്ന 5 ബില്ലുകളിൽ കൂടി ഒപ്പിട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീര സഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത്. ഇതോടെ ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന എല്ലാ ബില്ലുകൾക്കും അനുമതിയായി. സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടെടുപ്പും എല്ലാ തലങ്ങളിലും പൂർണ്ണമായും തൃപ്തികരമായിരുന്നുവെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ 95%ത്തിലും വൈകിട്ട് 6 മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി. വടകര മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് പിന്നീടും വോട്ടെടുപ്പ് നടന്നത്. സുഗമമായ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇക്കുറി സംസ്ഥാനത്തുണ്ടായിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ തെക്ക്, കിഴക്കൻ മേഖലകളിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, തെലങ്കാന, രായലസീമ, കർണാടക, തമിഴ്നാട്, കിഴക്കൻ ഉത്തർപ്രദേശ്, മാഹി, കൊങ്കൺ, പശ്ചിമ ഉത്തർപ്രദേശ്, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തായ്വാൻ കടലിടുക്ക് സുരക്ഷാ മേഖലയിൽ ചൈന സൈനിക പ്രവർത്തനം നടത്തുന്നതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ചൈനയുടെ Su-30 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 22 സൈനിക വിമാനങ്ങളാണ് തായ്വാന്റെ അതിസുരക്ഷാ മേഖലയുടെ അതിർത്തി ലംഘിച്ചത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈനയുടെ പുതിയ സൈനിക നീക്കം. തായ്വാനിൽ വീണ്ടും ഭൂചലനം. 6.1 തീവ്രത രേഖപ്പെടുത്തിയ 10ഓളം ഭൂചലനങ്ങളാണ് ഇന്ന് തായ്വാനിൽ അനുഭവപ്പെട്ടത്. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 ആഴ്ചയ്ക്ക് മുൻപ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങളാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 7.4 തീവ്രത രേഖപ്പെടുത്തിയ മുൻ ഭൂകമ്പത്തിൽ 17 പേർ കൊല്ലപ്പെടുകയും നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. ജപ്പാനിലെ ബോണിൻ ദ്വീപിൽ 6.9 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടോക്കിയോയിൽ നിന്ന് 875 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. മധ്യ ടോക്കിയോയിലും ചലനം അനുഭവപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് 2:36ഓടെയാണ് ഭൂചലനം ഉണ്ടായതെന്ന് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗ്ലാദേശിൽ കടുത്ത ഉഷ്ണതരംഗത്തിൽ 12 മരണം. ബംഗ്ലാദേശിലെ രാജ്ഷാഹി, ചൂഡംഗ, പബ്ന ജില്ലകളിൽ കഠിനമായ ചൂട് വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടെന്ന് ബംഗ്ലാദേശ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 258 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഡൽഹി നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 257 റൺ നേടി. മുംബൈയുടെ മറുപടി ബാറ്റിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ 19 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് എന്ന നിലയിലാണ്. ലഖ്നൌവിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഷാങ്ഹായിൽ നടക്കുന്ന ലോക അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖയ്ക്ക് 3ാം സ്വർണം. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടോപ്പ് സീഡായ മെക്സിക്കോയുടെ ആൻഡ്രിയ ബെസറയെ പരാജയപ്പെടുത്തിയാണ് ജ്യോതി ജേതാവായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ റോഡ് ഷോ നടത്തി. 6 വിദേശ രാജ്യങ്ങളിലേക്ക് 99,000 മെട്രിക് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്രാനുമതി. ഉള്ളിയുടെ സംഭരണ ലക്ഷ്യം 5 ലക്ഷം ടണ്ണായി ഉയർത്തി. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പരിഗണനയിലിരുന്ന 5 ബില്ലുകൾക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി.
കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ ജാഗ്രതയിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകൾ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 258 റൺ വിജയലക്ഷ്യം. ലോക അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖയ്ക്ക് 3ാം സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.